ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സൗൾ എന്ന 2020 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. അതിലെ ഈ ജോയ് ഗാർണറുടെ ഒരു സന്തോഷ നിമിഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, സബ് ടൈറ്റിൽ വെച്ച് വീഡിയോ കാണുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കിടക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് അതിൽ ഓരോ വേർഡിൻ്റെ അർത്ഥവും ആ സെൻറ്റൻസ് എങ്ങനെ അർത്ഥം വെക്കാമെന്നും അതിൽ ചില ഫ്രേസുകളും അതുപോലെ ചില വേർഡ്സിൻ്റെ അർത്ഥങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ. യെസ്, ഇത് ഇവന് ഈ ജോയ് ഗാർണർ എന്ന ആൾ സന്തോഷത്തോടെ ആർത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കിട്ടിയെന്ന് ഒരു സന്തോഷത്തോടുകൂടി പറയുന്ന വാക്കാണത്. ഓക്കെ, യു സീ ദാറ്റ് ഡാറ്റ്, അച്ഛാ നിങ്ങളത് കണ്ടോ? അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അപ്പം മുകളിലേക്ക് നോക്കിയിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛാ നിങ്ങളത് കണ്ടോ? ഇത് ഒരു ചോദ്യമാണ് അല്ലേ? അതായത് ഇങ്ങനെ യു സീ ദാറ്റ് ഡാറ്റ് എന്ന് എഴുതിയിട്ട് ഒരു അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ അത് ചോദ്യമായി മാറും. എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യ രൂപത്തിൽ ചോദിക്കുക, യു സീ ദാറ്റ് ഡാറ്റ് എന്ന് ചോദിക്കുക. അങ്ങനെ ചോദ്യ രൂപത്തിൽ ചോദിക്കുക, അത് ചോദ്യമായി മാറും. സാധാരണയായിട്ട് നമ്മളൊക്കെ എഴുതാറുള്ളത് എങ്ങനെയാണ്, നമ്മളൊക്കെ പറയാറുള്ളത് എങ്ങനെയാണ്? ഡു യു സീ ദാറ്റ്. ഒരു ഡു എന്നുണ്ടാവും യു എന്നതിന് മുമ്പ്. അപ്പം ആ ഡു എന്നത് സാധാരണ നാറ്റീവ് സ്പീക്കേഴ്സ് ഒന്നും അങ്ങനെ ഡു എന്ന് ചേർക്കാറില്ല. ജസ്റ്റ് യു സീ ദാറ്റ് ഡാറ്റ് എന്ന് പറഞ്ഞാൽ മതി, യു സീ ദാറ്റ് ഡാറ്റ് എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ അതൊക്കെ. ഓക്കെ, നീ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കേണ്ടത്, അത് തന്നെയാണ് നടക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതായത് ഞാൻ എന്താണോ കരുതിയത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചിന്തിച്ചത് അത് സംഭവിച്ചു എന്നർത്ഥമാണ് ഈ ഒരൊറ്റ പ്രയോഗത്തിന് വരുന്നത് കേട്ടോ. ഇനി ഓരോന്നിനും വേർഡിങ്ങിന് അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല അവിടെ. ഹേ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കുന്നതാണ്. നിങ്ങൾക്കറിയാലോ, യു നോ വാട്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതായത് നിനക്ക് എന്താ അറിയാം, നിനക്കറിയാമല്ലോ. ദാറ്റ്സ് ഗോണ സേ, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിനക്കറിയാമല്ലോ എന്ന അർത്ഥത്തിലാണ്. യു നോ വാട്ട് ദാറ്റ്സ് ഗോണ സേ, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിനക്കറിയാമല്ലോ. യു നോ വാട്ട്സ് ദാറ്റ്സ് ഗോണ എന്നുള്ളത് ഗോയിങ് ടു എന്നതിൻ്റെ ഒരു നാറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഗോണ എന്നുള്ളത്. ജോയ് ഗാർണർ അദ്ദേഹം ആത്മവിശ്വാസത്തോട് പറയുകയാണ് ജോയ് ഗാർണർ. അതായത് യു ആർ നെവർ ഗോണ ബിലീവ് വാട്ട് ജസ്റ്റ് ഹാപ്പൻ. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോവുകയില്ല എന്തവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോവുകയില്ല. നെവർ മീൻസ് ഒരിക്കലും ഇല്ല എന്നർത്ഥത്തിലാണ്. ബിലീവ് വിശ്വസിക്കാൻ പോകുന്നില്ല. വാട്ട് ജസ്റ്റ് ഹാപ്പൻ, ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഐ ഡിഡ് ഇറ്റ്, എനിക്കത് കിട്ടി, എനിക്കത് നേടി, ഞാനത് നേടി എന്നർത്ഥത്തിൽ. ഐ ഗോട്ട് കേക്ക്, എനിക്ക് ആ ജോലി കിട്ടി എന്നർത്ഥത്തിൽ. യെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.